സോ ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക് ടു സോളോ ഗ്ലിറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഫുള്ള് നെതറൈറ്റ് ആർമർ ആക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബെഡ് വെച്ച് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, പക്ഷെ ബെഡ് വെച്ച് പൊട്ടിക്കാൻ അറിയുന്നത് നല്ല രീതിക്ക് എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇതിപ്പോൾ അങ്ങോട്ടോട്ട് ഓക്കെ. ഞാൻ കുറച്ച് ഒരു 10-15 ബെഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ടോട്ടവും കാര്യങ്ങളൊക്കെ ചെതറിപ്പോണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബെഡും കാര്യങ്ങളും പൊട്ടിച്ച് നോക്കാം. അതിന്നെ തട്ടാൻ വരുന്നതാണോ ആ പിഗ്ലിന്? അല്ല. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ലാവൊന്ന് ജസ്റ്റ് അടച്ചു നോക്കിയാലോ. നമുക്കിപ്പോൾ 4 ഏഷ്യൻ ഡബറിയും കാര്യങ്ങൾ കിട്ടിയിരുന്നു. കാരണം ഇതിങ്ങൾക്ക് ലാവ ഏൽക്കൂല പിഗ്ലിൻസിന്. ലാവയും കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മുടെ അടുത്ത് പോർഷൻ ഓഫ് ഫയർ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടിക്കുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ല കേട്ടോ. വീണ്ടും പൊട്ടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഏഷ്യൻ ഡബ്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം ബാക്കി. സോ ഫ്രണ്ട്സ്, നമ്മളെ കൈമുള്ള ബെഡും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു ടെപ്പം കാണിച്ചു തരാം. ഒരു 4ഉം 9ഉം 13 ഏഷ്യൻ ഡബ്രിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതിയാവുമെന്ന് വെച്ചാൽ അത് മതിയാവും തോന്നിക്ക് അറിയില്ല. നമ്മുടെ ഫുൾ ആർമർ ഒന്ന് ഇതാക്കണം. പിന്നെ ഗോൾഡിൻ്റെ കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മതി. ജസ്റ്റ് അല്ലെങ്കിൽ ഹെൽമെറ്റും നമുക്ക് ഏകദേശം ഇത് മതി. കഴിച്ചു എന്താ വെച്ചാൽ നമ്മുടെ ഇത് നെതറൈറ്റാണ്, ഇത് ചെസ്റ്റ് പ്ലേറ്റ്, വലിയ സീനില്ല. ഓക്കെ, എന്തായാലും സ്മെൽറ്റ് ചെയ്യാൻ ഇടാം. ഓക്കെ, വെയിറ്റ്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ്, എടുത്തില്ലല്ലേ. 13 ഏഷ്യൻ ഡബ്രി. പിന്നെ നമ്മുടെ അടുത്ത് സ്മിത്തിങ് ടേബിളും കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയും അറിയില്ല. നമ്മുടെ അടുത്ത് സ്മിത്തിങ് ടെംപ്ലേറ്റും കാര്യങ്ങളും നമ്മൾ ബാസ്റ്റിന് പോയി എടുത്ത് ഒരു 5 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വേണം ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ഡയമണ്ടിൻ്റെ എന്താ അത്യാവശ്യം വന്നാലോ വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് ചെയ്യാണ്ട് വെച്ചാണ്. പിന്നെ ഒരു എൻഡർ ചെസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സിൽക്ക് ടച്ച് പിക്കാസ് നമുക്ക് സെറ്റാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ എൻഡർ ചെസ്റ്റും കാര്യങ്ങളും വർക്കാവില്ല. ഓക്കെ, എന്താ ചെയ്യുക, ആദ്യം നമുക്ക് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡിങ് കട്ട് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഗോൾഡാക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് മൊത്തത്തിൽ 3 ഗോൾഡ് അറ്റേ ഉള്ളൂ. അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സീനാവും. നമ്മുടെ അടുത്ത് 2 സ്ക്രാപ്പ് ഉണ്ടായിന് ഓൾറെഡി, അതുകൊണ്ട് വലിയ വിഷയമില്ല. പക്ഷെ ഗോൾഡ് കുറച്ചധികം വേണമല്ലോ. ഓക്കെ, ഇവിടെ ഒരു 7 ഉണ്ട്, 11 ഉണ്ട്. ജസ്റ്റ് ഇത് ക്രാഫ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഉണ്ട് ഇത്. ഓക്കെ 9 ഇങ്ങോട്ടായി. ശരിക്കും ബാസ്റ്റണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗോൾഡും കുറേ മാഗ്മ സാധനമൊക്കെ കിട്ടി. അപ്പോൾ കാര്യം ഫാർ പോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ബാസ്റ്റന് നല്ല സീനാണ്. ഈ സാധനം പോകാൻ പേടിയാണ്. നല്ല രീതിക്ക് അവിടെ കിടുക സാധനങ്ങളാണ്. ഒരടിക്ക് നമ്മളെ പകുതി മുക്കാലെടുത്ത് പോകും. പിന്നെ നമ്മളെ ടോട്ടോ കാര്യങ്ങളൊക്കെ കൂട്ടിട്ടോ ഒരു 7-8 ടോട്ടോ നമ്മളെ നെതർന്ന് പൊട്ടി. സീനില്ല, നമുക്ക് ടോട്ടോ അൺലിമിറ്റഡ് ഫാം ഉണ്ട്, സീനൊന്നുമില്ല. ഓക്കെ, 9 സ്ക്രാപ്പ് അയക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഗോൾഡും എടുക്കാം, പിന്നെ ഈ സ്ക്രാപ്പ് ഇടുക. ഓക്കെ, സോ നെതറൈറ്റ് ഇങ്കട്ട് 2. ഓക്കെ, ഇനിയും ഉണ്ടാക്കാം. പക്ഷേ ഗോൾഡ് വേണം, ഗോൾഡ് സെറ്റാക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ അടുത്ത് 2 ഇതുണ്ടല്ലോ, സ്മിത്തിങ് ടെംപ്ലേറ്റ്. അപ്പോൾ 2 നെതറൈറ്റ് ആക്കാം. സ്മിത്തിങ് ടെംപ്ലേറ്റ് 2 മതി. ഓക്കെ, ഇനി അവിടെ ആർമർ ഇല്ല. നമ്മൾ പാൻറ്റും ഹെൽമെറ്റുമാണ് തൽക്കാലം ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയൊക്കെ പിന്നെ സെറ്റാക്കാം. ഓക്കെ, വെയിറ്റ്. ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഒപ്പിക്കുന്നു. പുതിയ അൻകിലും കാര്യങ്ങളും ഉണ്ടാക്കാനായിരിക്കും തോന്നുന്നു. ഇത് ഏകദേശം കിട്ടാനായിരിക്കും. അല്ല, ഇതിലല്ലല്ലേ ചെയ്യേണ്ടത്. സോറി തെറ്റിപ്പോയി. ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അയ്യോ എവിടെ പോയി?
ഇതെങ്ങനെ ഇവിടെ വെക്കുക, ഇങ്ങോട്ടവിടെ വെക്കുക. സോ ഗൈസ് നമ്മളെ ബൂട്ട്സും കാര്യങ്ങളും ലെതറൈറ്റ് ആക്കിയിരിക്കുന്നത് വൈബ്. ഇനി നമുക്ക് ഹെൽമെറ്റ് വൈബ്. നമ്മൾ 3 ഇതുണ്ട് ഇതിലെ. അപ്പം ഒന്നുകൂടെ വെക്കാം. ആവശ്യമില്ല ആവശ്യമുണ്ട്, പക്ഷേ സെറ്റാക്കാം. സോ ഗൈസ് നമ്മുടെ ലെതറൈറ്റ് ഹെൽമെറ്റ്, ലെതറൈറ്റ് പാൻറ്, ബൂട്ടാക്കാനുള്ള ഗോൾഡ് ഇല്ല, ഉണ്ടെങ്കിൽ നമ്മൾ ആക്കുമായിരുന്നു. സോ ഗോൾഡ് ഒപ്പിക്കണം. ഗോൾഡും കാര്യങ്ങളും ഒപ്പിച്ചിട്ട് ഞാൻ ബൂട്ടും കൂടി നെതറൈറ്റ് ആക്കട്ടെ. അപ്പം കേവ് മൈനിങ്ങിന് പോകണോ അല്ല നെതർ പോകണോ ആണ് ആലോചിക്കുന്നത്. തൽക്കാലം നമ്മളെ നമ്മളെ മൈനിങ് ഏരിയ പോലെ മൈനിങ് ഉണ്ട്. ഗോൾഡ് നെതർ പോയി ഒപ്പിക്കുക, അതാണ് വൃത്തി. പെട്ടെന്ന് കിട്ടും, എല്ലായിടത്തും ഗോൾഡ് ആയിരിക്കും ഫുള്ള്. ഗൈസ് ഞാൻ ഗോൾഡും ബാക്കി ഗോൾഡും ഒപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഒരു ശരിയായൊരു സീൻ കുടുങ്ങി. നമ്മളെ ടോട്ടം കംപ്ലീറ്റ് പൊട്ടിപ്പോയി. നമ്മളെ ഇതിലെ ബൂട്ട്സ് അതിൻ്റെ ഡ്യൂറബിലിറ്റി പൊട്ടിപ്പോയപ്പോൾ എല്ലാം കൂടി നമ്മളത് അടിച്ച് സീനായി. പക്ഷെ എങ്ങനെയൊക്കെയോ കഴിച്ചില്ലായി വരികയാണിപ്പോൾ. ഓക്കെ 3 ഇങ്കട്ട ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം ഇത് മതി ഫുൾ നെതറൈറ്റ് ആക്കാൻ. അതുകൊണ്ട് ഇത് മതി. ഓക്കെ ഇനി ഇങ്കട്ട് ഉണ്ടാക്കണം. ഓക്കെ ഇങ്കട്ടടെ ഇങ്കട്ട്. ഓക്കെ ഇനി ഒരു ഒറ്റ സ്മിത്തിങ് ടെംപ്ലേറ്റും കാര്യങ്ങളും എടുക്കണം. പിന്നെ നമ്മളെ പിക്കാസും കൂടി നെതറൈറ്റ് ആക്കണം. പക്ഷെ അതിനുള്ള ഗോൾഡ് ഇല്ല, അത് സെറ്റാക്കാം. ഓക്കെ സ്മിത്തിങ് ടെംപ്ലേറ്റ് വെക്കാം. ബൂട്ട്സ് ഊരിയില്ലേ, വെയിറ്റ് ബൂട്ട്സ് ഇവിടെ ഉണ്ട്. ഓക്കെ ബൂട്ട്സ് സെറ്റ് ഗൈസ്. ഫുൾ ഓൺ നെതറൈറ്റ് ഗൈസ്, ഫുൾ നെതറൈറ്റ്. വെയിറ്റ് ഓക്കെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി നോക്കാം നമുക്ക്. പുറത്തല്ല, വെയിറ്റ് ഓക്കെ ഒരു മിനിറ്റ്. എവിടെ പോയി ഓക്കെ 3rd ബ്ലാക്ക്, 3rd ഇതിലേതാണ് ഈ ഫ്രണ്ടാണ്. സോ ഗൈസ് ഫുൾ ഡയമണ്ട് ആർമർ, ഡയമണ്ട് നെതറൈറ്റ് ആർമർ. ഓക്കെ അടുത്ത എപ്പിസോഡിൽ ടൂൾസ് ആക്കാൻ പറ്റും നോക്കണം. എന്തായാലും കിഡിലായിരിക്കുന്നു. ഏത് മൂഡ് വൈബല്ലേ. ഓക്കെ സോ ഗൈസ് ഈ ഒരു വീഡിയോ അവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം. അപ്പം ഓക്കെ എന്നാൽ ശരി, ബൈ.